ഹായ് ഹലോ. ആലുവയിൽ നിന്ന് കോഴിക്കോടേക്കുള്ള ഒരു ജനശതാബ്ദി യാത്രയാണ് കേട്ടോ ഈ വ്ളോഗ്. അപ്പോൾ ഇത് ആലുവ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അവിടെ നിന്ന് രാവിലെ 9:45 ജനശതാബ്ദിക്കാണ് ഞാൻ കയറുന്നത്. ആഹാ, പുതിയ ജനശതാബ്ദി അല്ലല്ലോ. എനിക്ക് പുതിയ ജനശതാബ്ദി അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇപ്പോൾ ജനശതാബ്ദി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് മാസങ്ങളായി. ഇപ്പം നമുക്ക് ഈ കാണുന്ന ഈ 3 സീറ്റല്ല, ഓപ്പോസിറ്റ് ആയിട്ടുള്ള സീറ്റ്സ് ഉള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. പക്ഷേ എനിക്കത് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. കുറേ സ്റ്റോറേജ് സ്പേസ് ഒക്കെ വന്നെങ്കിലും അത് അത്ര കംഫർട്ടബിൾ അല്ലാന്ന് തോന്നി. മേ ബി എന്തൊക്കെയോ ബാക്ക് പെയിനൊക്കെ കാരണം ആൾക്കാർക്ക് അതൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും സ്ട്രെയിറ്റ് ആയിട്ടുള്ള സീറ്റ്സൊക്കെ അതിലുള്ളത്. പക്ഷേ എനിക്കത് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. എന്തായാലും ഇന്നത്തെ ജേണി കംഫർട്ടബിളാണ്. പിന്നെ രാവിലെ ആയതുകൊണ്ടും വർക്കിംഗ് ഡേ ആയതുകൊണ്ടുമാണെന്ന് തോന്നുന്നു അധികം ആരുമില്ലായിരുന്നു. സീറ്റ്സൊക്കെ കുറേ വേക്കൻ്റ് ആയിരുന്നു. എന്തായാലും ഞാൻ എൻജോയ് ചെയ്യുമായിരുന്നു. ഒരുപാട് നേരം നേച്ചർ കണ്ടിരുന്നു. പിന്നെ കുറച്ച് ഉറങ്ങി. പിന്നെ പൊമോഗ്രാനൈറ്റ് കഴിച്ചു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം പൊമോഗ്രാനൈറ്റിൽ ഒതുക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ എത്തുമ്പോഴേക്കും ഒരു ഉച്ചയാവും. തിരൂർ കഴിഞ്ഞാൽ ജനശതാബ്ദിക്ക് എവിടെ നിന്നില്ലാത്ത സ്പീഡാണ്. അത് രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും. തിരൂർ കഴിഞ്ഞാൽ കോഴിക്കോടേ നിർത്തുള്ളൂ. അത് 1 മണിക്കൂറിൻ്റെ ജേണി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മുടെ നാട് എന്തായാലും ഇതിലൂടെ പോകുമ്പോൾ പാസ് ചെയ്ത് പോകും. അപ്പോൾ അതിനൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ലോങ് ആയിട്ടുള്ള വീഡിയോ വരുന്നത്. ഇതാണ് പണ്ട് മാമൻ്റെ അവിടെയൊക്കെ പോകുമ്പം ശരണം വിളിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിരിക്കുന്ന കെട്ടുന്നറയൊക്കെ നടക്കുന്ന സ്ഥലം, ആ ഒരു ചെറിയത്. പിന്നെ ഇത് നമ്മുടെ ക്ഷേത്രമാണ്, പിഷാരിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. അത് കഴിഞ്ഞാൽ ഫുള്ള് ഫേമസ് ആയിട്ടുള്ള റിസർവ് മാംഗ്രൂവ് ഫോറസ്റ്റുകളാണ്. അപ്പം അത് തന്നെ ഞാൻ എന്തായാലും എനിക്ക് തോന്നുന്ന ട്രെയിന് ഇവിടെ എത്തിയപ്പം, ഈ സ്റ്റേഷനിൽ എത്തിയപ്പം ഭയങ്കര സ്ലോ ആക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ട്രെയിൻ വരാനുള്ളതാണോ എന്ന് അറിയില്ലായിരുന്നു. എന്തായാലും നമുക്ക് കറക്റ്റ് ഒരു സ്ലോ ഫേസിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരു വ്യൂവിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് റിവറും സീയും കൂടിച്ചേരുന്ന അഴിമുഖമാണ് വരുന്നത്. അപ്പം അതും എനിക്കങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഇതിൽ ഇത്ര ആൾക്കാരായിരുന്നു, ഇങ്ങനെയൊക്കെയായിരുന്നു അവസ്ഥ. അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഷോർട്സ് എടുക്കാൻ വേണ്ടി നോക്കി, നടന്നില്ല ഗൈസ്. ഇതാണ് ഇപ്പോഴത്തെ പുതിയ സംഭവം, ആ ബോട്ടിൽ പോകുന്ന ജേണി. നമ്മുടെ ഈ ഇവിടുത്തെ റിസർവ് ആയിട്ടുള്ള ഫോറസ്റ്റിനെയൊക്കെ കുറച്ചും കൂടെ നൈസായിട്ട് കാണാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ സ്റ്റേഷനെത്തി. സ്റ്റേഷനിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ എല്ലാ സ്റ്റേഷൻസും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സ്റ്റേഷനിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ സ്റ്റേഷനിലൊരു ബോർഡ് പോലും ഇല്ല. നിങ്ങൾക്ക് അറിയോ ഇത് ഏത് സ്റ്റേഷനാണെന്നുള്ളത്? അറിയുന്നവർ കമൻറ്റ് ബിലോ. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവും, വേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാട്ടോ. എനിക്ക് ഈ പോർഷൻ ഇവിടെ ഇങ്ങനെ കിടക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മൾ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ട്രെയിൻ സ്പീഡ് പോകും തന്നെ വിചാരിക്കുക. ഇതാണ് നമ്മുടെ ലെവൽ ക്രോസ്. അങ്ങനെ ട്രെയിൻ വീണ്ടും സ്പീഡ് കൂട്ടി. നമ്മൾ പെട്ടെന്ന് തന്നെ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോഴിക്കോടിൽ നേരെ ഇനി വീട്ടിൽ പോകുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഞാൻ എങ്ങോട്ടും കറങ്ങാനൊന്നും പോയില്ല. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ജേണി. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.